അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ. നമ്മളിതിൽ പറഞ്ഞിട്ടുള്ളത് സ്വർഗത്തിനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഈ സ്വർഗത്തിന്റെ അവകാശികളെ പോലെ കുറെ ആൾക്കാർക്ക് ഇവിടെ അവരാണ് അതിന്റെ അവകാശികൾ പൊട്ടിഘോഷിക്കുന്നത്. അത്യാവശ്യത്തില് അവർ കാട്ടിക്കൂട്ടുന്നൊക്കെ വേറെ രൂപത്തിലാണ്. ഇസ്ലാമിന്റെ യഥാർത്ഥ വഴി രൂപങ്ങൾ അവർക്കറിയാം. അതല്ല, സ്വർഗം വേണം. ഓലന്ന് ഒഴിഞ്ഞു കിട്ടിയെങ്കിലേ മറ്റുള്ളവർക്കുള്ളൂ. പല തലയെക്കെട്ട് എന്താ ഇതൊക്കെയാണ് മുൻഗാമികൾ ചെയ്തിട്ടുള്ളത്. മുൻഗാമികൾ അങ്ങനെ വലിയ പുകഴ്ചല് പോയിട്ട് പുറമ്പാക്ക് ഉള്ളോണ്ട് അടുക്കുമ്പോഴാണ് നല്ല സ്വഭാവം മനസ്സിലാകുന്നത്. ഒരു ബദർ വെയിറ്റ് ചെല്ലണമെങ്കിൽ ഇവർക്ക് കൊല്ലൊന്നാണ് തികയണം. ഒന്ന് മുക്കി മുറണമെങ്കിൽ അതും റമദാൻ 17 കഴിയണം. അത് വീട്ടിൽ വലിച്ചൊന്ന് ഒരുവിടും. ദിവസം 2 നേരം കഴിഞ്ഞില്ല, 1 നേരം എന്തായാലും ചെല്ലേണ്ട സംഗതിയാണ് വീട്ടിൽ. കാരണം എന്താണെന്ന് ഈ വിഷജീവികള് വരാതിരിക്കാൻ ഏറ്റവും എന്റെ ജീവിതത്തിൽ എന്റെ അനുഭവം പറയട്ടോ, പാമ്പിന്റെ കൂടാണ് ഞാൻ താമസിക്കുന്നതിന്റെ ചുറ്റുപാട്. എന്താ പുറ്റും മടയും. പക്ഷെ ഒരു വിരലോളം നിങ്ങളുള്ള ഒരു പാമ്പിനെ പോലും ഞാനും എന്റെ മക്കളും അവിടെ കാണില്ല. അപ്പൊ എന്താ കാരണം? ആ അസ്മാവുൽ ബദരീകളെ പേര് ഞങ്ങൾ മെല്ലെ പറയണോ, ആരും പരസ്പരം കേൾക്കൂടില്ല. അതാണ് ബദരീകളെ വിളിക്കുന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്താ പറയുക, ബദരീകളെ വിളിക്കാന്ന് പറഞ്ഞ കാര്യങ്ങള് ഓലോട് ചോദിക്കല്ല, വെറുതെ ആ പേരാണ് പറഞ്ഞത്. ഞാൻ അതിനെ പറ്റിയൊരു വീഡിയോ ഞാൻ വിടുന്നുണ്ട് ഇൻഷാ അല്ലാ. അത് ചിലപ്പോ വലിയ വീഡിയോ ആയിരിക്കും, കാരണം അത് മുഴുവനും ചെല്ലി തീരുമ്പോഴത്തേനും സമയം പാടാം. അതിൽ പറയുന്നത് ഞാൻ ഒരു കാവലും ചോദിക്കുന്നില്ല, ഒന്നുമില്ല, വെറുതെ ആ പേരാണ് ചെല്ലിയാൽ മതി, ആ പേരാണ് പറഞ്ഞാൽ മതി. ഖുർആനിന്റെ അക്ഷരങ്ങളും സഹാബത്തിന്റെ പേരിന്റെ ആദ്യാക്ഷരങ്ങളും ഒന്നാണ്. അതൊരു അപ്പൊ ആ ഖുർആൻ ഫലം കിട്ടണമെങ്കിൽ ആദ്യം ഇതാണ് ചെല്ലണം. വെറുതെ അവരോട് ഇങ്ങനെ കൈനീട്ടി ചോദിക്കലല്ല, ആ പേര് പറഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ആ പേര് പറഞ്ഞാണ് ഖുർആൻ ആവർത്തിക്കുന്നത്. അതറിയാം. അതൊക്കെ ഒന്ന് മനസ്സിലായ പോലെ നെൽസിനൊന്നും തെളിയില്ല. ആ സഹാബത്തിന് ആ റസൂലിനെ ആ അനുയായികളെയാണ് സ്നേഹിക്കുന്നത്. അല്ലാതെ ഇവരിങ്ങനെ ഈ കുട്ടി ഘോഷിക്കുന്ന മോശങ്ങളല്ല ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്.